കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് 100 വയസ്സ് തികയുന്ന ദശാസന്ധിയിൽ എല്ലാറ്റിനും സാക്ഷിയായ VS 102-ാം വയസ്സിൽ യാത്രയായി. ഏതാണ്ട് ഒരു മാസമായി തിരുവനന്തപുരം SUT ആശുപത്രിയിൽ മരണവുമായി മല്ലിട്ട് കഴിയുകയായിരുന്ന അദ്ദേഹത്തിൻ്റെ വേർപാട് എല്ലാവരും ഏത് നിമിഷവും പ്രതീക്ഷിച്ചതാണ്. അപ്രതീക്ഷിതമായ ഒരു യാത്രയല്ല VSൻ്റേത്. കാരണം കുറേ കാലമായി അദ്ദേഹം രോഗശയ്യയിലായിരുന്നു. ആത്മബന്ധമുള്ള ഒരു നേതാവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നഷ്ടമായിരിക്കുന്നത്. ആശയങ്ങളോടും വർഗശത്രുക്കളോടും സ്വന്തം പാർട്ടിയോട് പോലും പോരാടിയിരുന്ന VS ഒടുവിൽ മരണത്തോട് മാത്രമാണ് കീഴ്പ്പെട്ടിരിക്കുന്നത്, മരണത്തോട് മാത്രമാണ് തോറ്റിരിക്കുന്നത്. അദ്ദേഹം ഒരിക്കലും ഒന്നിനോടും കീഴടങ്ങാത്ത പ്രകൃതമായിരുന്നു. വേലിക്കകത്ത് അച്യുതാനന്ദൻ എന്നായിരുന്നു പേരെങ്കിലും വേലിക്ക് പുറത്ത് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതവും രാഷ്ട്രീയ പ്രവർത്തനവും എല്ലാം. P. കൃഷ്ണപിള്ളയ്ക്ക് ശേഷം സഖാവ് എന്ന വിളിക്ക്, സഖാവ് എന്ന സംബോധനയ്ക്ക് ഏതെങ്കിലും ഒരു സഖാവ് അർഹനായിട്ടുണ്ടെങ്കിൽ അത് സഖാവ് VS തന്നെയാണ്. കണ്ണേ കരളേ VS എന്ന മുദ്രാവാക്യം ആരും എഴുതി നൽകിയതല്ല. മാരാരിക്കുളത്തും മലമ്പുഴയിലും എല്ലാം മത്സരിക്കുമ്പോൾ ജനഹൃദയങ്ങൾ ഏറ്റുവിളിച്ച ആ മുദ്രാവാക്യം. ജനനേതാവായി മാറിയ VS അലങ്കരിക്കാത്ത പദവികളൊന്നുമില്ല. പാർട്ടിയുടെ സെക്രട്ടറി എന്ന നിലയിലും LDF കൺവീനർ എന്ന പദവിയിലും പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും എല്ലാം തിളങ്ങിയ VSൻ്റെ സമ്പാദ്യം ജനങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സർവകലാശാല ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് അദ്ദേഹം പഠിച്ചത്. സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമോ ഗവേഷണ ബിരുദമോ ഒന്നും ആയിരുന്നില്ല VSനെ എല്ലാ പദവികളിലും എത്തിച്ചത്. ജനങ്ങൾക്കിടയിൽ ജീവിക്കുകയും അവരിൽ നിന്ന് പഠിക്കുകയും അങ്ങനെ വളരുകയും ചെയ്ത ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ജനകീയ മുഖമുണ്ടായിരുന്ന ഒരു നേതാവ് കൂടിയാണ് നഷ്ടമാകുന്നത്. ജനറൽ സെക്രട്ടറി ആയിരുന്ന യെച്ചൂരിയുടെ മരണത്തോടെ വലിയൊരു ആഘാതമാണ് പാർട്ടിക്കുണ്ടായത്. VS കൂടി യാത്രയാകുമ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനകീയ അടിത്തറയുള്ള ഒരു നേതാവ് ആണ് നഷ്ടമായിരിക്കുന്നത്.